പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പ് യാദൃച്ഛ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു പോസ്റ്റ് എനിക്കേറെ ഇഷ്ടപ്പെട്ടു. അത് വായിക്കാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വിഷയം ആത്മവിശ്വാസമാണ്. നമുക്കറിയാം, ആത്മവിശ്വാസമാണ് ഒരു വിദ്യാർത്ഥിയെ ആരാവട്ടെ വിജയിക്കാൻ പ്രേരിപ്പിക്കുന്നതും വിജയത്തിലേക്ക് എത്തിക്കുന്നതും അതേപോലെ തന്നെ പരാജയത്തിലേക്ക് എത്തിക്കുന്നതും. ആത്മവിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, കൊമ്പുകളിലേക്ക് എത്താൻ കഴിയും. അതേസമയം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ അത്രയും കാലം ചെയ്തിരുന്നതൊന്നും ചെയ്യാൻ പറ്റാതെ അയാൾ കുഴങ്ങിപ്പോകും. എഡിസനെക്കുറിച്ചാണ് ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എഡിസൺ ആരാണെന്ന്. മഹാനായ ശാസ്ത്രജ്ഞൻ. നിരവധി കണ്ടുപിടുത്തങ്ങൾ. പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ഇലക്ട്രിക്കൽ ബൾബ്. ദീർഘനേരം കത്തിക്കൊണ്ടിരിക്കുന്ന, വൈദ്യുതി ഉപയോഗിച്ച് കത്തുന്ന ബൾബ്. അതിലവർ ഏറ്റവും വലിയ വെല്ലുവിളി ഫിലമെൻ്റ് ആയിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. പ്രതിഭാശാലികളായ മിടുക്കരായിട്ടുള്ള നിരവധി അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. 100 കണക്കിന് ഫിലമെൻറ്റ്സ് ഉപയോഗിച്ച് പരാജയപ്പെടുമ്പോൾ ഈ അസിസ്റ്റൻസ് പറയും, സർ നോക്കൂ, നമ്മൾ എത്രയോ ഫിലമെൻറ്റ്സ് ഉപയോഗിച്ചു, ഒന്നും ശരിയാവുന്നില്ല, ഇനി എന്ത് ചെയ്യും? അപ്പോൾ എഡിസൺ പറയും, 100 എണ്ണം നമ്മൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടാൽ അത്രയും സമാധാനം. ആ 100 എണ്ണം ശരിയല്ല എന്ന് ഉറപ്പായല്ലോ, മറ്റൊന്ന് നമുക്ക് പരീക്ഷിക്കാം. നമ്മൾ കൂടുതൽ വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അസിസ്റ്റൻ്റ് മറ്റൊന്ന് ചെയ്ത് പരാജയപ്പെടുമ്പോൾ അദ്ദേഹം പറയും അതും പരാജയപ്പെട്ടു അല്ലേ, ഗുഡ്, നമുക്ക് അതുമല്ല എന്ന് ഉറപ്പിക്കാം, മറ്റൊന്ന് ആലോചിക്കാം. അങ്ങനെ ദീർഘകാലത്തെ പരിശ്രമങ്ങൾ കഴിഞ്ഞ് അവർ വിജയിച്ചു. വിജയിച്ച് ദീർഘനേരം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബ് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം ഒരു പബ്ലിക് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ ബൾബ് പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്തു. ആ ദിവസം എല്ലാവരും വന്ന് ചേർന്നിട്ടുണ്ട്. അന്നത്തെ ആ ബൾബിൻ്റെ സ്വഭാവം നമുക്കറിയില്ല, ഘനമുള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല. ആ ബൾബ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അദ്ദേഹം തൻ്റെ വിശ്വസ്തനായ അസിസ്റ്റൻറ്റിനെയാണ് ഏൽപ്പിച്ചത്. അസിസ്റ്റൻ്റ് അത് വിറയ്ക്കുന്ന കൈകളോടെ ഏറ്റുവാങ്ങുകയാണ്. കാരണം വലിയ ചരിത്രപ്രധാനമായിട്ടുള്ള ഉദ്വേഗജനകമായ ഒരു നിമിഷങ്ങളാണ്. നിർഭാഗ്യവശാൽ ആ നിമിഷങ്ങളുടെ ഭാരം താങ്ങാനാവാതെ അത് ബൾബ് താഴെ വീണുകയും പൊട്ടുകയും ചെയ്യുന്നു. എല്ലാവരും സ്തബ്ധരായി പോകുന്നു. ഇനി എന്തു ചെയ്യും? എഡിസൺ ഒന്നും ഒരു വിഷമവുമില്ലാതെ, ഒട്ടും തന്നെ വൈകാരിക ഭേദങ്ങളൊന്നുമില്ലാതെ, അത് പൊട്ടിപ്പോയി അല്ലേ, സാരല്ല, 24 മണിക്കൂർ ഇനി ഞങ്ങൾക്ക് വേണം പുതുതായിട്ടൊന്ന് സൃഷ്ടിക്കാൻ, നാളെ ഇതേ സമയത്ത് വരൂ എന്ന് പറഞ്ഞു. എല്ലാവരും മടക്കി അയച്ചു. അടുത്ത ദിവസം ഇതേ സമയത്ത് എല്ലാവരും എത്തിച്ചേർന്നു. പുതിയ ബൾബുമായി അവർ വന്നു. എഡിസൺ ആ ബൾബ് ദൂരെ മാറി നിൽക്കുകയായിരുന്ന ആ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ അസിസ്റ്റൻ്റ് തന്നെ ഏൽപ്പിക്കുകയാണ്. അയാൾ പോലും വിശ്വസിച്ചില്ല അത്. അയാൾ വന്ന് ഇത്തവണ ഒട്ടും പ്രശ്നങ്ങളില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ബൾബ് പ്രവർത്തിപ്പിച്ച് കാണിച്ച് വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ വെളിച്ചം തുറക്കുകയാണ് അവിടെ ചെയ്തത്. ലോകത്തിലേക്ക് പുതിയ വെളിച്ചത്തെ കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാം കഴിഞ്ഞ് ആരൊക്കെ ചോദിച്ചു സർ, അങ്ങേക്ക് എങ്ങനെ ധൈര്യം വന്നു ആ അസിസ്റ്റൻറ്റിനെ തന്നെ വീണ്ടും ഏൽപ്പിക്കാൻ? ആ അസിസ്റ്റൻ്റിൻ്റെ കയ്യിൽ നിന്നല്ലേ ഇന്നലെ ബൾബ് വീണ് പോയത്? എഡിസൺ പറഞ്ഞു അതിനെന്താ, വീണ്ടും ഒരിക്കൽ കൂടി അത് വീണ് പൊട്ടിക്കഴിഞ്ഞാലും 24 മണിക്കൂർ കൊണ്ട് എനിക്കത് പുനഃസൃഷ്ടിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് അത് അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ 24 വർഷമെടുത്താലും ആ കുട്ടിക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസമുണ്ടല്ലോ, അതെനിക്ക് കൊടുക്കാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും എല്ലാം ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ആത്മവിശ്വാസത്തെ തകർക്കുന്ന, നിനക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്ന് തന്നെയായിരിക്കും അർത്ഥവും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും. പറ്റാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ എഴുതിയതൊക്കെ അതുപോലെ സംഭവിച്ചതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വായിച്ചതും പിന്നീട് ChatGPT കണ്ടതുമൊക്കെയാണ്. പക്ഷേ എങ്കിലും രസമുണ്ട്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പാഠങ്ങളും ഉണ്ട്.